ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ആര്യസ് ലേണിംഗ്. ഇന്ന് മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ 13ാമത്തെ ഡേ ആണ്. അപ്പോൾ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏത്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. കാശ്മീരിലെ മൂളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഏത്? ചലം. കാശ്മീരിലെ ഊളാർ തടാകത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് ചലം. ഛത്തീസ്ഗഡിലെ ദണ്ഡകാരണ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാന നദി ഏത്? മഹാനദി. ഛത്തീസ്ഗഡിലെ ദണ്ഡകാരണ്യത്തിൽ നിന്ന് ഉത്ഭവിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് ഒഴുകുന്ന പ്രധാന നദിയാണ് മഹാനദി. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മഞ്ഞു കളിമണ്ണിൻ്റെ കട്ടിയുള്ള നിക്ഷേപത്തിന് എന്തു പറയുന്നു? കരോവ. കാശ്മീർ ഹിമാലയത്തിൻ്റെ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മഞ്ഞു കളിമണ്ണിൻ്റെ കട്ടിയുള്ള നിക്ഷേപമാണ് കരോവ. ISPയുടെ പൂർണ്ണ രൂപം എന്താണ്? ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. ISP ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. F5 എന്ന ഷോർട്ട് കീ എന്തിനുപയോഗിക്കുന്നു? റിഫ്രഷ്. F5 എന്ന ഷോർട്ട് കീ എന്തിനുപയോഗിക്കുന്നു? റിഫ്രഷ്. ക്യാഡിൻ്റെ പൂർണ്ണ രൂപം CAD. ക്യാഡിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ. ആദ്യ ഇന്ത്യൻ വെബ് ബ്രൗസർ എപ്പിക്. ആദ്യ ഇന്ത്യൻ വെബ് ബ്രൗസറാണ് എപ്പിക്. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ. ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണമാണ് മോണിറ്റർ. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്ന്? 1949 നവംബർ 26. ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചതെന്നാണ്? 1949 നവംബർ 26. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്ത 42ാം ഭേദഗതി നടപ്പാക്കിയ വർഷമേത്? 1976. ഭരണഘടനയുടെ ആമുഖത്തിൽ സോഷ്യലിസം, മതനിരപേക്ഷത, അഖണ്ഡത എന്നിവ കൂട്ടിച്ചേർത്ത 42ാം ഭേദഗതി നടപ്പാക്കിയ വർഷമാണ് 1976. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാര്? നന്ദലാൽ ബോസ്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയതാരാണ്? നന്ദലാൽ ബോസ്. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാര്? N.A. പൽക്കിവാല. ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? N.A. പൽക്കിവാല. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏത്? ഭാഗം 2. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗമാണ് ഭാഗം 2. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചതാര്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത് ദാദാഭായ് നവറോജി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. മഹ്ലനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 2ാം പഞ്ചവത്സര പദ്ധതി. മഹ്ലനോബിസ് പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് 2ാം പഞ്ചവത്സര പദ്ധതി. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഹൈദരാബാദ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദ്. ICDS ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 5ാം പഞ്ചവത്സര പദ്ധതി. ICDS ആരംഭിച്ചത് 5ാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദത്തവകാശ നിരോധനം നടപ്പാക്കിയ ഗവർണർ ജനറൽ ആര്? ഡൽഹൌസി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ദത്തവകാശ നിരോധന നിയമം നടപ്പാക്കിയ ഗവർണർ ജനറലാണ് ഡൽഹൌസി. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ സ്വീകരിച്ചിരിക്കുന്നത് ഏത് ഉപനിഷത്തിൽ നിന്നാണ്? മുണ്ടകോപനിഷത്ത്. ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ സ്വീകരിച്ചിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആര്? ബാരിസ്റ്റർ GP പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഥമ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം? ഹൈദരാബാദ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ യൂണിയനിൽ അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യമാണ് ഹൈദരാബാദ്. ഇന്ത്യയുടെ പുതിയ പതാക നിയമം നിലവിൽ വന്നതെന്ന്? 2002 ജനുവരി 26. ഇന്ത്യയുടെ പുതിയ പതാക നിയമം നിലവിൽ വന്നതെന്നാണ്? 2002 ജനുവരി 26. 1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേ മാതരം ആലപിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ.
1896 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറലായിരുന്നു കാനിങ് പ്രഭു. 1857 കലാപത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. 1857 കലാപത്തിന് ബറേലിയിൽ നേതൃത്വം നൽകിയത് ആരാണ്? ഖാൻ ബഹദൂർ ഖാൻ. മയൂര സിംഹാസനം പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. മയൂര സിംഹാസനം പണികഴിപ്പിച്ച മുഗൾ ചക്രവർത്തിയാണ് ഷാജഹാൻ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരാണ്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ക്രിക്കറ്റ് താരമായി വിസ്ഡൻ മാഗസിൻ തിരഞ്ഞെടുത്തത് ആരെ? രവീന്ദ്ര ജഡേജ. 21-ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള ക്രിക്കറ്റ് താരമായി വിസ്ഡൻ മാഗസിൻ തിരഞ്ഞെടുത്തത് ആരെയാണ്? രവീന്ദ്ര ജഡേജ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചതാര്? ബോധേശ്വരൻ. കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരൻ. ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ശവകുടീരമാണ് പാഞ്ചജന്യം? ആരുടേതാണ്? അയ്യങ്കാളിയുടേതാണ്. അയ്യങ്കാളിയുടെ ശവകുടീരത്തിൻ്റെ പേരെന്താണ്? പാഞ്ചജന്യം. അടുത്ത ചോദ്യം. ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരു. ജി ശങ്കരക്കുറുപ്പ് രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ്? ശ്രീനാരായണ ഗുരുവിനെയാണ്. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന കൃതിയുടെ കർത്താവ്? വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഉജ്ജയിനിയിലെ രാപ്പകലുകൾ എന്ന കൃതിയുടെ കർത്താവാണ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. സർവീസ് സ്റ്റോറി ആരുടെ ആത്മകഥയാണ്? മലയാറ്റൂർ രാമകൃഷ്ണൻ. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ആത്മകഥയാണ് സർവീസ് സ്റ്റോറി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാര്? കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. പച്ച മലയാള പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവാണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. മായൻ ഏത് കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്? ഉമ്മാച്ചു. മായൻ ഉമ്മാച്ചു എന്ന കൃതിയിലെ പ്രധാന കഥാപാത്രമാണ്. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി ഏതാണ്? 2012 നവംബർ 14. പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്ന തീയതി 2012 നവംബർ 14. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നോമിനേറ്റ് ചെയ്യുന്നത് ആര്? കേന്ദ്ര സർക്കാർ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണെ നോമിനേറ്റ് ചെയ്യുന്നത് ആരാണ്? കേന്ദ്ര സർക്കാർ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങളിൽ കുറ്റകൃത്യം നടന്ന് എത്ര സമയത്തിനുള്ളിൽ പരാതി നൽകണം? 3 മാസത്തിനുള്ളിൽ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന ലൈംഗികാതിക്രമങ്ങളിൽ കുറ്റകൃത്യം നടന്ന് 3 മാസത്തിനുള്ളിൽ പരാതി നൽകണം. ഇനി സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇ ഗവേണൻസ് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവത്കരിച്ച സ്ഥാപനമാണ് IKM. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഇ ഗവേണൻസ് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപവത്കരിച്ച സ്ഥാപനമാണ് IKM. ഇനി എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന രോഗാവസ്ഥ? ഹൈപ്പോഗ്ലൈസീമിയ എന്താണ്? രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയുന്നതാണ് എന്ത്? ഹൈപ്പോഗ്ലൈസീമിയ. മനുഷ്യഹൃദയത്തിന് എത്ര അറകളുണ്ട്? 4. മാൻഡിബിൾ, മാക്സില എന്നിവ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് കാണപ്പെടുന്ന അസ്ഥികളാണ്? താടിയെല്ല്. അപ്പോൾ താടിയെല്ലിൽ കാണുന്ന അസ്ഥികളാണ് മാൻഡിബിൾ, മാക്സില. ശരീരത്തിൽ സീലിയറി പേശികൾ കാണുന്നത് എവിടെയാണ്? കണ്ണ്. സീലിയറി പേശികൾ കാണുന്നത് കണ്ണ്. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം. തലച്ചോറിൽ തുടർച്ചയായി ക്രമരഹിതമായി വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്ന അവസ്ഥയാണ് അപസ്മാരം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് ഇന്നത്തെ മോഡൽ എക്സാമിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.